50 സെൻറ്റ് സ്ഥലത്ത് 13,500 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച കിടിലം വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി മെയിൻ റോഡിൽ നിന്നും പെരുമ്പാവൂർ പൂക്കാട്ടുപടി മെയിൻ റോഡിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് വീട് വരുന്നത്. ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണിച്ചു തീർക്കാൻ പറ്റില്ല, അത്ര സൗകര്യങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുമ്പോൾ വീടിൻ്റെ എൻട്രൻസിൽ നിന്ന് വരുന്ന വഴിയാണിത്. ഇവിടെ എല്ലാം കുറേ പാർക്കിംഗ് സ്പേസ് അല്ലെങ്കിൽ ഒരു ലോണൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ള ഒരു ഭംഗിയുള്ള വീടാണ്. വീടിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് വാഹനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ ഇങ്ങനെ ഒരു പാത്ത് താഴേക്ക് പോകുന്നുണ്ട്. രണ്ട് സൈഡിലും പാം ട്രീസ് എല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിന് വേറെ സെപ്പറേറ്റ് സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിലെല്ലാം ലോൺ വച്ച് നൽകിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എല്ലാം ഒരുപാട് ചെടികളെല്ലാം വെച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ വീടെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയ ഒരു ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഏരിയയാണ്. ഇവിടെയാണ് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഏരിയ മുഴുവൻ വലിയ ഒരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നാൽ വേറൊരു കാർ പാർക്കിംഗ് സൗകര്യം കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ഇത് നല്ല ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് ഉപയോഗിച്ചിട്ട് സ്ട്രെസ് വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. ഈ കാർ പോർച്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഫ്രൂട്ട് ട്രീകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15ഓളം സെൻറ്റ് സ്ഥലത്താണ് ഈ ഫ്രൂട്ട് ഗാർഡൻ വരുന്നത്. അതുപോലെ ഒരുപാട് ചെടികളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. വീടിനോട് ചേർന്ന് നമുക്ക് ഗാർഡൻ സ്പേസ് നൽകിയതായിട്ട് കാണാം. ഇവിടെ എല്ലാം പ്ലാന്റർ ബോക്സുകൾ നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാം എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് ചെടികളുണ്ട്, അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം മനോഹരമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം വലിയ കലാത്തിയ പ്ലാന്റുകൾ പോലത്തുള്ള പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെയും പ്ലാന്റർ ബോക്സ് ഇങ്ങനെ നൽകിയിട്ടുണ്ട്. ഈ പാത്വേയുടെ സൈഡിൽ കൂടെ 2 വശത്തും നൽകിയിട്ടുണ്ട്. അവിടെയും ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അവിടെ എല്ലാം പാം ട്രീസും നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്കൊരു പാം ട്രീ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നതാണ്. നമുക്ക് വീടിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണിത്. ഇങ്ങനെ ഇവിടെ വരെ മുറ്റത്ത് വിരിച്ചിരിക്കുന്ന മുഴുവൻ കടപ്പ കല്ലുകളാണ്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് വിരിച്ചിട്ടുണ്ട്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് മുറ്റമായിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കാർ പാർക്കിംഗ് സ്പേസിന് വേണ്ടി. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കാണാം. നമുക്കിവിടെ ഈ കയറി പോകുന്ന ക്യാച്ച് ക്ലോ അങ്ങനെ എന്തോ ഒരു ചെടിയാണ്. അങ്ങനെയുള്ള ചെടികളെല്ലാം കയറ്റി ഇതിൻ്റെ ഈ ഭാഗത്തോടെ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം പെബിൾസ് നൽകിയിരിക്കുന്നു. സെൻറ്റർ ഭാഗത്ത് ഗ്രാനൈറ്റ് നൽകിയിട്ട് വലിയ സ്റ്റെപ്പുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പെബിൾസ് എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ ഗ്ലാസ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വലിയ ഒരു കോർട്ട്യാർഡ് സ്പേസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. അവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് വരുന്നു. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് വലിയ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേണാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം പ്ലാന്റർ ബോക്സുകൾ നൽകിയിട്ടുണ്ട്. അവിടെ എല്ലാം നല്ല ഭംഗിയുള്ള ചെടികളും വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പെബിൾസ് ഒരുക്കിയിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഈ ഭിത്തിയിൽ നോക്കിയാൽ അറിയാം, വളരെ മനോഹരമായിട്ടാണ് ഈ ഭിത്തി ഒരുക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലത്തെ ഡിസൈൻ പാറ്റേണിൽ വരുന്ന ടൈലുകൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയിൽ തന്നെ ഈ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷൗറാക്കുകൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിരിക്കുന്നത്. ഇതാണ് മെയിൻ ഡോർ. വലിയ മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. പ്ലാന്റേഷൻ തേക്കിലാണ് ഈ വീടിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നമ്പർ ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നാൽ വീടിൻ്റെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത്.
ഈ മെയിൻ ഡോർ തുറന്ന് വരുന്നത് ഈ സ്പേസിലേക്കാണ്. വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. മുകളിൽ വലിയൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നല്ല മനോഹരമായ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിൽ ലാമിനേഷൻ ഷീറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലായിട്ട് ലൈറ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം വലിയ ഗ്ലാസ് വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഫിക്സഡ് ഗ്ലാസ് ആണ്, ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. സേഫ്റ്റി വൈസ് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയിൽ നമ്മൾ പേടിക്കാനില്ല. വലിയ ഗ്ലാസ് വിൻഡോസ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് കടന്നു വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു അറേഞ്ച്മെൻറ്റ്, ഇത് ഒരു ഇരിക്കാവുന്ന സെറ്റപ്പൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ചെറിയ പ്ലാസ്റ്റിക്കിലെ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പോണ്ട് സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു പ്ലാന്റർ ബോക്സ് കാണാം. പെബിൾസ് എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തും വലിയ ഗ്ലാസ് വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നാച്ചുറൽ ലൈറ്റ് ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു ഹാങ്ങിങ് ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഷാൻലിയർ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെല്ലാം നമുക്ക് ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഫാമിലി ലിവിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. ഇവിടെ ഒരു സോഫ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് വർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കും ഫാനും എല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ ഒരുക്കിയിരിക്കുന്നു. അത് ലൂവർ ഡിസൈൻ പാറ്റേൺ സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴെയും ആ വാനിറ്റി കൗണ്ടറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു സെർവൻറ്റ് റൂം അവൈലബിൾ ആണ്. ഇതിവിടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സെർവൻറ്റ് റൂമാണ്. ഈ ഭാഗത്ത് സെർവൻറ്റ് റൂം കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കിണർ വരുന്ന ഈ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ്. ധാരാളം ശുദ്ധജലം ലഭിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണുള്ളത്. പിന്നെ ഒരു തിയേറ്റർ റൂമും അവൈലബിൾ ആണ്. ആദ്യത്തെ ബെഡ്റൂമാണിത്. ബെഡ്റൂമിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, വുഡ് എല്ലാം തേക്ക് വുഡ്, പ്ലാന്റേഷൻ തേക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ഇവിടെ കോട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോട്ടിൻ്റെ ഹെഡറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് വാൾ പേപ്പറുകളാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം വലിയ ജനലുകളാണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാൻ്റെ രീതിയിലുള്ള വലിയ ജനലുകൾ, കർട്ടൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പൗഡർ റൂം സെറ്റപ്പ് പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കബോർഡുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സ്ലൈഡിങ് കബോർഡുകളാണ് ഇവിടെ വരുന്നത്. വലിയ കബോർഡുകൾ ഈ ഭിത്തിയിൽ മുഴുവൻ നിറഞ്ഞു വെക്കത്തക്ക രീതിയിലുള്ള കബോർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ കർട്ടൻ വർക്ക് വരുന്നു. ഇവിടെ ചെറിയൊരു ഓഫീസ് ടേബിൾ പോലെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറെല്ലാം വുഡൻ ഡോറുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം തേക്കൂട്ടിലാണ് നൽകിയിരിക്കുന്നത്. ഇത് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസാണ്. വലിയ ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൂള് വരുന്ന ഏരിയയാണ്. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ വരുന്ന ഏരിയ. ഇവിടെ നമുക്ക് ഇതിന് ചുറ്റും ചെറിയ പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ട് അവിടെ മുള ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എലിവേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ നമുക്കൊരു പാസേജ് വേ നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയാൽ നമുക്ക് ഇതിൻ്റെ താഴേക്ക് മോട്ടറും കാര്യങ്ങളും അതിൻ്റെ ഫിൽറ്റേഴ്സും എല്ലാം ഇതിന് താഴെയുള്ള സ്പേസിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇത് ഇങ്ങനെ ഒരു സ്പേസ്, ഇതിന് താഴെ നമുക്ക് നടക്കുന്ന സ്പേസിന് താഴെയായിട്ട് താഴെയും ഒരു സ്പേസ് പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും എല്ലാം ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഇത് ഫ്രണ്ട് ഏരിയയിലേക്ക് പോകാനുള്ള ഒരു പാത്ത് വേ ആണ് ഈ നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ആ കലാത്തിയ പ്ലാന്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്പേസാണ്. നല്ലൊരു ഗ്രീനറി തന്നെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ വരെ ഇത് ഫ്രണ്ട് ഏരിയയിലേക്ക് പോകുന്ന ആ ഒരു പാത്ത് വേ ആണ്.
നമ്മൾ നേരത്തെ പറഞ്ഞു താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളതെന്ന്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഉള്ള ഒരു കോർട്ട്യാർഡ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ ആ ചെടികളെല്ലാം വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഏരിയയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഇതാണ് അതേപോലുള്ള ഗ്ലാസിൻ്റെ ഡിസൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസ് ഡോറ് തന്നെയാണ് വരുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പ്ലൈവുഡ് ലാമിനേഷൻ കൊടുത്തിരിക്കുന്നു. മുകളിലെല്ലാം ഫോൾ സീലിംഗ് വർക്ക് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബേ വിൻഡോ കൺസെപ്റ്റിൽ നൽകിയിട്ടുണ്ട്. 2 സൈഡ് ടേബിളുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം വലിയ വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലാമിനേറ്റഡ് ഗ്ലാസും ഇവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം നോക്കിയാൽ അറിയാം. ഈ കർട്ടനൊക്കെ വാങ്ങിക്കാൻ നമുക്ക് നല്ല വ്യൂ ആണ്. പുറത്തേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഇവിടെയാണ് നമുക്ക് വാർഡ്രോബ് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു പൗഡർ റൂം അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയ എന്നൊക്കെ പറയുന്ന സ്പേസ് വരുന്നത്. വലിയ വാർഡ്രോബ് ഈ ഫുൾ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം വലിയ ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം. ഒരു ബാത്റൂം നമ്മൾ കാണിച്ചില്ലായിരുന്നു. നമുക്ക് ലൈറ്റ് അല്പം കുറവുണ്ട്, അതുകൊണ്ട് അത് കാണിച്ചില്ല. ഇതിലും വലിയ ബാത്റൂമാണത്. ഇത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം. ഇവിടുത്തെ ഈ ടൈലുകളെല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള ടൈലുകളാണ് വരുന്നത്. ഇവിടെ നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഷവർ വരുന്ന ഏരിയയാണ്. ഇവിടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. അവരുടെ ക്ലോസറ്റ് വരുന്ന ഈ ഭാഗത്തായിട്ടാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങിങ് ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള വലിയൊരു ബാത്റൂം. താഴത്തെ നിലയിൽ ഒരു തിയേറ്റർ റൂമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഡോറാണ്. വലിയ ഹെവി ആയിട്ടുള്ള സ്പേസാണ്. ഇത് വലിയ സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് സൗണ്ട് പ്രൂഫായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഈ ഹോം തിയേറ്റർ റൂമിന് വേണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ വിശേഷങ്ങളും കാണിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് വലിയ വീടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പുകളിൽ തേക്കുഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള സ്റ്റീലിലാണ്. അത് ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഭിത്തിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ ഈ വാൾ മുഴുവനായിട്ടും താഴെയും മുകളിലും ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് നല്ല ലൈറ്റ് കടന്നു വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇവരൊരു ബ്രിഡ്ജ് ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെയെല്ലാം ഹാങ്ങിങ് ഷാൻലിയേഴ്സ് കൊടുത്തിരിക്കുന്നതായി കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂമിലേക്കുള്ള ഡോറാണ്. ഈ പാത്വേ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ ബാൽക്കണി സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ഡോറ് നൽകിയിട്ടുണ്ട്. അവിടെ നല്ല ഭംഗിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബാൽക്കണിയാണ്. ഭംഗിയുള്ളൊരു ബാൽക്കണി. ഇവിടെ 2 സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ സിമെൻറ്റിൽ തന്നെയാണ് ആ ഭാഗം ഒരുക്കിയിരിക്കുന്നത്. കൈവേലികൾ സ്ക്വയർ ട്യൂബിലാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിനായിട്ട് ചേർന്നുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണിത്. നമുക്ക് ഈ ബെഡ്റൂം നോക്കാം. ബെഡ്റൂമിൻ്റെ ഡോറും സെയിം ടൈപ്പിലുള്ള ഗ്ലാസ് ഡോർ ഷീറ്റ് ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ള ഷീറ്റ് നൽകിയ ഒരു ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഹെഡ് ബോർഡെല്ലാം ഇങ്ങനെ ഫോൾ സീലിങ്ങിലേക്ക് പോകത്തക്ക രീതിയിൽ വുഡൻ ഡിസൈനിലാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെ കോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റെയർ സ്പേസ് പോലെ ഒരു സെറ്റപ്പ് കാണാൻ ഭംഗിക്ക് വേണ്ടി ഇവിടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 ജനലുകൾ, വലിയ ജനലുകൾ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ജനലും അതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം ഭംഗിയിൽ തന്നെ ഈ ഏരിയയിലും ഒരുക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമിനും ഒരുക്കിയിട്ടുണ്ട്. 5 ബെഡ്റൂമുകളാണ് ഇവിടെ വരുന്നത്. ഇതാണ് അതിൻ്റെ ബാത്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചെറിയൊരു സ്പേസ് നമുക്കിവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭിത്തിയിൽ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഈ ബാത്റൂം നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള വാൾ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അധികം കാണാത്ത ടൈപ്പിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഷവർ വരുന്നുണ്ട്. ഈ ഭാഗത്ത് കോളറിൻ്റേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രീമിയം ബ്രാൻഡിൻ്റേതാണ് എല്ലാ ഫിറ്റിങ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ വലിയ ബെഡ്റൂം സ്പേസ് ഇതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
ഈ സെൻട്രൽ ഭാഗത്തേക്കാണ് നമ്മളിവിടെ വരുന്നത്. ബെഡ്റൂമിൻ്റെ സെൻട്രൽ ഭാഗം എന്ന് പറയാം. ആ ഭാഗത്താണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തൊരു മജലിസ് പോലത്തെ ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്ത് സ്പേസ് ആണെന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ബാത്റൂം സെറ്റപ്പാണ്. ഇവിടെ വലിയ വാർഡ്രോബുകളെല്ലാം ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ബാത്റൂം ഇവിടെ വലിയ ഗ്ലാസ് പാർട്ടീഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം നോക്കാം. സാധാരണ വീടുകളുടെ ഒരു ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പമുള്ള ബാത്റൂമാണ് ഇത്. വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുണ്ട്, ക്ലോസറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്, ഒരുപാട് സ്പേസും വലിയ മിററും വിൻഡോയും ഒക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് വെറ്റ് ഏരിയ വരുന്നത്. ഇവിടെയും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വാൾട്ടൈലുകളെല്ലാം നല്ല ഭംഗിയുള്ള വാൾട്ടൈലുകളുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബെഡ്റൂം എന്ന് ഈ ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. ഈ പാർട്ടീഷൻ വാളിൻ്റെ ഇപ്പുറത്താണ് ബെഡ്റൂമും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂമാണ്. ഈ ഭാഗത്തും വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭിത്തിയിൽ മുഴുവൻ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് കോട്ട് വരുന്നുണ്ട്. എൻ്റെ ഹെഡറായിട്ട് മുകളിലേക്ക് ചാർക്കോൾ പാനൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റും വിൻഡോകൾ നൽകിയിട്ടുണ്ട്. എല്ലാം വലിയ ഗ്ലാസ് വിൻഡോകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ പോകുന്നുണ്ട്. അവിടെ എല്ലാം ലൈറ്റുകളുണ്ട്. ഇപ്പോൾ ലൈറ്റ് പോയിരിക്കുകയാണ്, കറണ്ട് പോയി. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ റൂമിൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം. നമ്മൾ ആ ബ്രിഡ്ജ് പോലുള്ള ഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് അപ്പർ ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെ ഈ ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയും ഒരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമ്മൾ വേഗം തീർക്കുകയാണ്, കാരണം ഈ വീട് ഒരുപാട് നമ്മുടെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വലിയ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാനാണ്, വലിയൊരു ബെഡ്റൂം, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ എല്ലാം ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കോട്ട് വരുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിൽ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി അതുപോലെ ഒരു സെറ്റപ്പ് നമുക്ക് പുറത്തേക്ക് ചെയ്തിട്ടുണ്ട്. ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയ ഒരു ബാത്റൂം തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ബാത്റൂം സ്പേഷ്യസ് ആണ്. വലിയ ബാത്റൂം ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള വാൾ ടൈലുകൾ ഒട്ടിച്ചിട്ടാണ് ഈ ബാത്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുളിക്കാനുള്ള സ്പേസാണ്. ഇവിടെയാണ് ക്ലോസറ്റും സ്പേസും കാര്യങ്ങളും വരുന്നത്. ഇവിടെ വാഷ് കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ജിംനേഷ്യം സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടി ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റ് താഴെ വരും. ആ സ്പേസ് കൂടി ഈ വീടിന് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഗ്ലാസ് വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ബാൽക്കണി സ്പേസാണ്. ടെറസ് പോലെ ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാത്ത് വേ പോലെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ബാൽക്കണി സ്പേസ്. വലിയൊരു സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ. 50 സെൻറ്റ് സ്ഥലത്ത് 13,500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വലിയൊരു ഗംഭീര വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 10-12 കിലോമീറ്ററൊക്കെ ആയിരിക്കും വരിക. നമ്മുടെ ലുലു മാളിലേക്കൊക്കെ ഒരു 12 കിലോമീറ്റർ താഴെയാണ് ദൂരം വരിക. അപ്പോൾ ഭംഗിയുള്ള ഏരിയ, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വീട്. ഈ വീടിൻ്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത്. 8.5 കോടി രൂപയാണ് വീടിന് ചോദിക്കുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും വീട് കാണാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.